ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേ പൂനെയുടെ കുട്ടികളാണ് ഇവരിനെ ഞാൻ പടിപ്പുറത്തേക്ക് ആക്കിയിട്ടോ. കാരണം ഭയങ്കര ശല്യമാണ് വീട്ടിനകത്ത്. ഇവരിങ്ങനെ തൊന്തരവ് പണിയിട്ടേ ഇരിക്കുക. അപ്പോൾ ഞാൻ വേഗം പടിപ്പുറത്ത് പോയി നിൽക്കുക. പൂന പറഞ്ഞു വേഗം പടിപ്പുറത്തേക്ക് ആക്കി. അപ്പോൾ പടിപ്പുറത്ത് പോയപ്പോൾ പൂനേനെ ഭയങ്കര ശല്യം ചെയ്യലാണ്. കാരണം പൂനേൻ്റെ മക്കൾ പൂനേനെ എവിടെ ഇരുത്തില്ല കേട്ടോ, എവിടെ ഇരുത്തില്ല. പൂനേൻ്റെ അത്രശയായി പാണ്ടിപ്പൂന എന്നുള്ള പേര്. ഇവള് ശരിക്കും ഒറിജിനൽ പൂന അല്ല, ഒറിജിനൽ പൂന വെള്ളയാണ് കേട്ടോ. ഉള്ള പേര് പാണ്ടിപ്പൂന എന്നാണ്. പാണ്ടിപ്പൂനയുടെ ഇട്ടുള്ള അത്രയായി. പിന്നെ ഞാൻ വീണ്ടും അടിയുടെ വീണ്ടും പാലത്തിൻ്റെ അവിടെ തന്നെ വന്നിരുന്നിട്ട് ഈ നോട്ടാണ് കേട്ടോ. പക്ഷേ എനിക്കിഷ്ടമാണ്. ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം നിൻ്റെ പ്രസവം ഈ വീട്ടിനകത്ത് നടത്തിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് വയ്യ. 3 മാസം കൂടുമ്പോൾ 3 കുട്ടികളെ പ്രസവിക്കും. കുറച്ച് കഴിയുമ്പോൾ കാടമ്പൂച്ച വന്നിട്ട് പിന്നെ ഒരു ഉപകാരത്തിന് കാടമ്പൂച്ച വന്നിട്ട് കുട്ടികളെ എടുത്തുകൊണ്ട് പോകും. പിന്നെ കൊണ്ടുപോയില്ല കേട്ടോ. ഇവരെ കൊണ്ടുപോകാത്തതിനെ കൊണ്ടാണ് ഇവരോട് കിടന്ന് ഇങ്ങനെ നഗളം കുത്തുന്നത്. ആടിൻ്റെ പാല് കറവ് ഇപ്പം ഇത്തിരി കറന്നിട്ട് ഇവർക്ക് കുടിക്കാൻ കൊടുക്കും. അത് കുടിക്കുക, നല്ല മീനോ നല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് ഇങ്ങനെ ഈ ചാടലും ഓടലും വികൃതി കാണിക്കലും തന്നെയാണ് പണി. കണ്ടോ, ഇവൾക്ക് എന്ത് സ്നേഹമാണെന്നറിയോ. എല്ലാ അമ്മമാർക്കും മക്കളോട് സ്നേഹം തന്നെയാട്ടോ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, അങ്ങനെയൊക്കെയാണ്. അമ്മ മഴക്കാറിന് അത് ആ പാട്ട് ഓർമ്മ വരും കേട്ടോ. അമ്മമാർക്ക് എപ്പോഴും മക്കളോട് ഭയങ്കര ഇഷ്ടമല്ലേ. കണ്ടില്ലേ ഈ നഗളം കുത്ത് തന്നെ ഒക്കെ വരുന്ന വെറുതെ ഞാൻ പറയണം കേട്ടോ. പക്ഷേ എനിക്ക് ഇവരുടെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് പറഞ്ഞാലും ഇവരെ കുസൃതികൾ കാണാനും എന്ത് ഭംഗിയായിട്ട് അവരിയ്ക്കുന്നില്ലേ. ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക്. ഇതൊക്കെ ഞാൻ തമാശയ്ക്ക് പറയണം കേട്ടോ. ഇവരില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. ഇവരെ ഞാൻ പിടിച്ച് ആട്ടുകയാണ്. കണ്ടോ, കുലുങ്ങുകയാണ് മരം കൊല്ലുമ്പോൾ അതിൽ ഇറുക്കി പിടിച്ചുകൊണ്ടിരിക്കുക. പൂനേനെ കണ്ടോ എന്ത് ഭംഗിയാണ് ഇവർ നിൽക്കുന്നത് കാണാനായിട്ട്. അവൾ ചാടി അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടു. എനിക്ക് വയ്യ, അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള തത്രപ്പാടിലാണ്. എങ്ങനെയെങ്കിലും കയറി കിട്ടിയാൽ മതി പറഞ്ഞത്. പൂനെ ഇരിക്കണുണ്ടോ, അത് നമ്മുടെ കവുങ്ങാട്ടോ, താഴത്തെ. എന്നിട്ട് പൂനെക്കുട്ടി പാണ്ടൻ ഇവിടെ ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കുകയാണ്. കുഞ്ഞ് കണ്ണൊക്കെ കണ്ടില്ലേ, കുഞ്ചുന്നുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വന്നിട്ട് ഇവന് ഒറ്റക്കോഴിയാണ് കേട്ടോ. ഒറ്റക്കോഴി പറഞ്ഞാൽ 10-22 മുട്ട ഒഴിച്ചിട്ട് ഒരു കോഴി മാത്രം. ഇതാ നമ്മുടെ കരിമീൻ. ഞാൻ നടന്ന് പോയി വരുമ്പോൾ അവളെ കറക്കാൻ നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നാൽ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് മുട്ട വിരിക്കാൻ വെച്ചിരിക്കുകയുള്ളൂ. ആരും കാണാതെയാണ് പപ്പിയിരിക്കുന്നത്. ഇത് നമ്മുടെ ബണ്ണി അല്ല ബൂണു. ബണ്ണി തന്നെ ഓർമ്മയാണ്. ബണ്ണി മരിച്ചിട്ട് എത്ര ദിവസമായില്ലേ. കണ്ടോ, ഇവർക്ക് തന്നെ പണി. മണിക്കൂർ കണക്കിന് ഇവൾ പാല് കൊടുക്കുക. എന്ത് പാലാണ് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ഇവൾക്ക് പാലൊന്നും ഇല്ല. അവൾ ഭക്ഷണവും കഴിക്കില്ല. അവൾ ക്ഷീണിച്ച് കൊലിഞ്ഞിട്ടായിരിക്കണം കേട്ടോ. കാരണം ഈ 2 കുട്ടികൾ അവളുടെ അത്രശ പോന്നിട്ട് ഇവൾ 2 കുട്ടികളും തൊയിരം കൊടുക്കാതെ, ഒരു അമ്മേനെ തൊയിരം കൊടുക്കാത്ത 2 മക്കൾ ഉണ്ടെങ്കിൽ ഇവർ 2 പേരും ഈ ലോകത്ത് കണ്ടില്ലേ. പാണ്ടിപ്പൂനെയാണെങ്കിൽ അതിനനുസരിച്ചിരിക്കുകയും ചെയ്യും. കണ്ടില്ലേ, ഈ നക്കലും തുടക്കലും തന്നെയാണ്. അത് സ്നേഹമാണ് കേട്ടോ. ഇവർക്കുള്ള സ്നേഹം കാണിക്കുന്നതാണ് കേട്ടോ ഈ കാണിക്കണത്. സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ കരയാതെന്നാരോമൽ തുമ്പി. അവിടെ ഡൈനിങ് ടേബിൾ ഇട്ടുണ്ട്. ഇവിടെ വെളിച്ചമില്ല കേട്ടോ, കറണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവർ കാണിക്കുന്ന കുറുമ്പത്തരങ്ങളാണ് ഈ കാണിക്കുന്നത് കേട്ടോ. കണ്ടോ, അങ്ങോട്ട് ചാട് ഡൈനിങ് ടേബിളിൻ്റെ കാലിൽ കൂടെയാണ് അങ്ങോട്ട് കൊണ്ട് ചാടുന്നത്. വെള്ളവനാണ് കൂടുതൽ കുസുമ്പ് കേട്ടോ. ഭയങ്കര കുശുമ്പാണ് അവർക്ക് കേട്ടോ. അയ്യോ, 2 ആളും തുല്യമാണ്. എന്തായാലും എനിക്ക് എൻ്റെ ടൈം പാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇവരിങ്ങനെ കാണിക്കണ ഓരോരോ കോപ്രായങ്ങളൊക്കെ ഞാൻ കണ്ട് രസിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ പൂച്ച, പൂമ്പാറ്റ, കോഴി അങ്ങനെയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും, അല്ലെങ്കിൽ അവരെക്കുറിച്ച് നോക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനപ്പോൾ പോപ്കോൺ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ എല്ലാം തിന്നത കൂട്ടത്തിലാണ്. അതവന് പിടിച്ചില്ല. ഉയർച്ചയാണ് ആ സാധനത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ല അടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും രസമാണ് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്ക് എപ്പോഴും കുറുമ്പ് കൂടുതലല്ലേ. അപ്പോൾ ആ ഒരു കുറുമ്പാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. എല്ലാ കുഞ്ഞു കുട്ടികൾക്കും കുസൃതി കുടുക്കുകളല്ലേ അല്ലേ അവരെല്ലാവരും. അപ്പോൾ നമുക്കവർ എന്ത് കാണിക്കണത് നമുക്ക് ഇഷ്ടപ്പെടും. എല്ലാ ജീവികളിലും കുഞ്ഞു കുട്ടികളെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതേ കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇവരുടെ അടുത്ത് ഇങ്ങനെ പിടിച്ച് പുറത്താക്കും, നിങ്ങളെ വലിച്ചു കൊണ്ടുവിടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പടിപ്പുറത്തൊക്കെ കൊണ്ടുവിടാറുണ്ട്. പക്ഷേ പിന്നെ അവർ ഇങ്ങോട്ട് തന്നെ വരികയാണ്. കാരണം എവിടെ പോയാലും സ്വന്തം വീട്ടിൽ നിന്നുള്ളൊരു ചിന്താഭാവം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അവരെവിടെ കൊണ്ടുവിട്ടാലും ഇങ്ങോട്ട് തന്നെ വരികയാണ്. കണ്ണ് കെട്ടി കൊണ്ടുവിട്ടാലും ഇവിടേക്ക് തന്നെ വരുന്നത്. എനിക്ക് മനസ്സിലാവണില്ല, എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പോൾ ഒരു 5-6 ആയിട്ടുണ്ട് ഇവിടെ പൂന. ഒരുത്തനെ പിടിച്ചിട്ട് വലിയ പാണ്ടല്ലേ, വലിയ പാണ്ടനെ വേറൊരു കാടമ്പൂച്ച വന്ന് കടിച്ച്
ഒരുപാടായിട്ട് കായലൊക്കെ മുറിയായിട്ട് കിടക്കുന്നുണ്ട് അവിടെ വീട്ടിനകത്ത് കേട്ടോ. ഞാൻ എന്നിട്ട് അതിന് മരുന്നൊക്കെ മാക്സൊക്കെ വെച്ച് കൊടുത്ത് മരുന്നൊക്കെ തേച്ച് ചൂടുവെള്ളം കൊണ്ട് കാലൊക്കെ കഴുകി മരുന്നൊക്കെ വെച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ അതിന് വീഡിയോ എടുത്തിട്ടില്ല, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട്. അങ്ങനെ മറ്റേ കരിമ്പൻ പാണ്ടം വന്നിട്ട് വൈകുന്നേരം ദിവസം കടിച്ചിട്ട് പോകും, അവനെ പുറത്തേക്ക് ഇറക്കില്ല. എന്നാൽ ഇവരിനെ പെണ്ണുപൂച്ചകളെ കടിക്കുന്നില്ല കേട്ടോ, ആണുപൂച്ചനെ മാത്രമാണ് കടിക്കുന്നത്. കുശുമ്പായിട്ട് മരത്തിൽ കയറി വീണ്ടും കയറി ഇവർ മരത്തിൽ കേട്ടോ. ഇവർക്ക് ഈ കിളിഞ്ഞാവലാണ് ആ ചെടി, കിളിഞ്ഞാവലിപ്പോൾ കിളുത്ത് നിൽക്കുകയാണ് കേട്ടോ. നല്ല രസമില്ല അതിൻ്റെ ഇലയൊക്കെ കാണാനായിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇവരിങ്ങനെ കളിക്കുകയാണ്. കളിക്കുക മീൻസ് ഇവരിങ്ങനെ ചാടുമ്പോൾ കൊമ്പും ഇങ്ങനെ ആടും. അപ്പോൾ ആ ആടുന്നതിനനുസരിച്ചിരുന്നിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക കൊമ്പിൽ. നമ്മളൊക്കെ ഈ കൊമ്പിലിരുന്ന് ആടില്ലേ, അതുപോലെ കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടിരിക്കണം. അയ്യോടാ കൂട്ട് ബേബേ അമ്മ കുട്ടി കുഞ്ചിരി വാട്ടി തൂത്തിരി മണി അങ്ങനെ കുഞ്ചിരി കൊച്ചു കണ്ണൊക്കെ എന്ത് ഭംഗിയാണ് കുഞ്ഞാ നമ്മുടെ മുത്ത്. നല്ല ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ കണ്ണൊക്കെ കാണാൻ നല്ല ഭംഗി. അങ്ങനെ കുറുമ്പ് കാണിക്കണേ ഞാൻ ആട്ടുന്നുണ്ട് കേട്ടോ, പക്ഷെ നടക്കില്ല. അങ്ങനെയാണ് പൂച്ചക്കുട്ടികൾ പൊതുവേ എന്താ പറയുക, അകത്ത് അങ്ങനെ അപ്പിയൊന്നും ഇടാറില്ല, പക്ഷെ പുറത്ത് പോയിട്ടിടും. പക്ഷേ ഇവർ എന്താണെന്നറിയില്ല, ഇവർക്ക് എന്നിട്ട് ഞാൻ നല്ല അടി കൊടുത്തു കുഴപ്പമില്ല കേട്ടോ, സ്വഭാവമൊക്കെ നല്ലതാണ്. പിന്നെ രാവിലെ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരു 7 മണിയാകുമ്പോഴത്തേക്കും പാല് കിട്ടിക്കൊള്ളും. പാല് ഞാൻ ചായ ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ഇവർ വന്ന് ഫസ്റ്റ് പാല് ചോദിക്കും. അങ്ങനെ ഇപ്പോൾ പാണ്ടം പൂച്ച എൻ്റെ മടിയിൽ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല ഇഷ്ടമാണ് അവനെന്നെ. അങ്ങനെയൊക്കെയാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. കണ്ടില്ലേ, എൻ്റെ വീട്ടിൽ ഇവരൊന്നും ഇല്ലെങ്കിൽ എനിക്കൊരു ബഹളവും ഇല്ല, ഓളവും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ. നമ്മളിപ്പോൾ മനുഷ്യന്മാർ തന്നെയാണെങ്കിൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ തന്നെ തിന്നണം, ആർക്കും കൊടുക്കണമില്ല അല്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കണം, കുറച്ച് കോഴികൾക്ക് കൊടുക്കണം, കുറച്ച് ആടിന് കൊടുക്കണം, പട്ടിക്ക് കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് കൊടുക്കാൻ കയ്യിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. ഓക്കെ ബൈ ടാറ്റാ.